സ്വിറ്റ്സർലൻഡിൽ നടന്ന അതീവ നിർണായകമായ ഉന്നതതല ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളുടെ മേശപ്പുറത്ത് രൂപപ്പെട്ടുവന്ന സമാധാനാന്തരീക്ഷത്തെ പാടെ തകിടം മറിക്കാൻ പോന്നതാണ് ഇറാന്റെ ഈ പുതിയ ഔദ്യോഗിക പ്രസ്താവന. അടുത്തിടെ ഒപ്പുവെക്കപ്പെട്ട ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ച് ഇസ്രായേൽ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ടെഹ്റാൻ നൽകിയിരിക്കുന്ന കർശനമായ മുന്നറിയിപ്പ്. ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ അംബാസഡറായ അലി ബഹ്റൈനിയാണ് ചൊവ്വാഴ്ച ഈ തന്ത്രപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ചർച്ചകൾ അവസാനിച്ച് വെറും 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു കടുത്ത ഭാഷ്യം പുറത്തുവന്നത് എന്നത് ശ്രദ്ധേയമാണ്. പുതിയ സമാധാന ചട്ടക്കൂടുകൾ നിലനിൽക്കുമ്പോഴും മേഖലയിലെ സൈനിക വിന്യാസങ്ങളെ ഇറാൻ എത്രത്തോളം സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രതികരണം. ലെബനനിലെ ഹിസ്ബുള്ള പോരാളികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ഏതൊരു സൈനിക നീക്കവും ധാരണാപത്രത്തിന്റെ ലംഘനമായി കണക്കാക്കുമെന്നാണ് അലി ബഹ്റൈനി തുറന്നടിച്ചത്. ഇസ്രായേൽ ലെബനന്റെ മണ്ണിലോ ഹിസ്ബുള്ളയ്ക്ക് നേരെയോ ആക്രമണം നടത്തിയാൽ അതിനോട് നിഷ്ക്രിയമായിരിക്കാൻ ഇറാന് കഴിയില്ല. ലെബനന്റെ സുരക്ഷയും ഹിസ്ബുള്ളയുടെ നിലനിൽപ്പും തങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങളുടെ ഭാഗമാണെന്ന് ഇറാൻ ഇതിലൂടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. പുതുതായി ഉയർന്നുവന്ന സമാധാന ചട്ടക്കൂടിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ലെബനൻ എന്ന് അംബാസഡർ ബഹ്റൈനി വിശേഷിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ദീർഘമായ ചർച്ചകളിൽ ലെബനനിലെ സ്ഥിരതയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലെബനനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒത്തുതീർപ്പുകൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള തങ്ങളുടെ സഖ്യശക്തികളെ തകർക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾക്കോ ഒരു തരത്തിലും അനുമതി നൽകില്ലെന്ന് ഇറാൻ അടിവരയിടുന്നുണ്ട്. അമേരിക്കയും ഇറാനിലെയും ഏറ്റവും ഉന്നതരായ നേതാക്കളാണ് സ്വിറ്റ്സർലൻഡ് ചർച്ചകളിൽ പങ്കെടുത്തത് എന്നത് ഈ നയതന്ത്ര നീക്കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കനത്ത നയതന്ത്ര സംഘമാണ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത്. മധ്യപൂർവേഷ്യയിലെ ദീർഘകാല തർക്കങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉഭയകക്ഷി ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടത്. മേഖല സുരക്ഷ, തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത സ്വാതന്ത്ര്യം, ഇറാന്റെ ആണവ പദ്ധതികളുടെ ഭാവി തുടങ്ങിയ അതീവ സങ്കീർണമായ വിഷയങ്ങളിലാണ് സ്വിറ്റ്സർലൻഡിൽ ധാരണകൾ രൂപപ്പെട്ടത്. പശ്ചിമേഷ്യയിൽ കൂടുതൽ വലിയൊരു സമാധാന കരാറിന് അടിത്തറയിടുക എന്നതായിരുന്നു ചർച്ചയുടെ പ്രധാന അജണ്ട. വർഷങ്ങളായി തുടരുന്ന ശത്രുത അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ചർച്ചകൾ നടത്തിയത് വലിയൊരു രാഷ്ട്രീയ മാറ്റമായാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഈ ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൈനിക നീക്കങ്ങളെ ഇറാൻ വലിയ അവിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കയുമായി തങ്ങളുണ്ടാക്കുന്ന ധാരണകളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചേക്കുമെന്ന ആശങ്ക ടെഹ്റാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ കഴിഞ്ഞ ഉടൻ തന്നെ ഇസ്രായേലിന്റെ അതിരുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള കടുത്ത പ്രസ്താവനയുമായി ഇറാൻ രംഗത്തെത്തിയത്. ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഭയപ്പെടുന്നുണ്ട്. നിലവിൽ ഒപ്പുവെക്കപ്പെട്ട താൽക്കാലിക വെടിനിർത്തലുകളും ധാരണകളും ലംഘിക്കപ്പെട്ടാൽ ഇറാന്റെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ഇത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വലിയ തിരിച്ചടികൾക്കും കാരണമാകും. ഇറാന്റെ ഈ പുതിയ മുന്നറിയിപ്പ് ഇസ്രായേൽ ഭരണകൂടത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തങ്ങളുടെ സൈനിക സ്വാതന്ത്ര്യത്തിന്മേൽ ഇറാൻ നിബന്ധനകൾ വയ്ക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം. ഹിസ്ബുള്ള അതിർത്തികളിൽ ശക്തി പ്രാപിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രായേൽ എപ്പോഴും വാദിക്കുന്നതാണ്. ഇറാന്റെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ വഴങ്ങില്ലെന്ന സന്ദേശമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ പ്രസ്താവന വലിയൊരു നയതന്ത്ര പരീക്ഷണമാണ്. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത സമാധാന ശ്രമങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ നിയന്ത്രിക്കേണ്ടി വരും. എന്നാൽ തങ്ങളുടെ പരമപ്രധാനമായ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ സുരക്ഷാ താൽപ്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനും അമേരിക്കയ്ക്ക് എളുപ്പമാകില്ല. അബ്ബാസ് അരാഗ്ചി ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായി ചുമതലയേറ്റതു മുതൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി നയതന്ത്രപരമായ ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഉപരോധങ്ങൾ ലഘൂകരിക്കാനും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും ചർച്ചകൾ അനിവാര്യമാണെന്ന് ഇറാൻ ഭരണകൂടം കരുതുന്നുണ്ട്. എന്നാൽ ഈ ആഴ്ചകൾ തങ്ങളുടെ സൈനിക ശക്തിയെയും പ്രാദേശിക സ്വാധീനത്തെയും പണയം വെച്ചുകൊണ്ടായിരിക്കില്ലെന്ന് തെളിയിക്കുകയാണ് അലി ബഹ്റൈനിയുടെ വാക്കുകൾ. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരുമെന്ന ധാരണ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ഈ അന്താരാഷ്ട്ര പാതയുടെ സുരക്ഷ ലെബനനിലെയും ഗാസയിലെയും സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഇസ്രായേൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഹോർമൂസ് കടലിടുക്കിലെ സമാധാനവും അപകടത്തിലായേക്കാം. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയവർ ഈ നയതന്ത്ര നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്.
അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ശാശ്വത പരിഹാരത്തിൽ എത്തിയാൽ അത് പശ്ചിമേഷ്യയിലെ ഒട്ടുമിക്ക ആഭ്യന്തര തർക്കങ്ങൾക്കും അറുതി വരുത്തും. എന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള വാക്പോരുകൾ ഈ വലിയ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന ചർച്ചകളുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇരുവിഭാഗങ്ങളും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ടെന്നാണ് സൂചനകൾ. ഈ ധാരണകളുടെ കാതൽ ഇസ്രായേലിൻ്റെയും ഹിസ്ബുള്ളയുടെയും അതിർത്തികളിലെ സമാധാനമാണ്. ഈ സമാധാനം തകർക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ ധാരണാപത്രം തന്നെ ഇല്ലാതാകും. ഐക്യരാഷ്ട്രസഭയുടെ വേദികളിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര വികാരം ഉണർത്താനും ഇറാൻ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര കരാറുകളെയും മാനിക്കുന്നില്ല എന്ന ആരോപണമാണ് ജനീവയിൽ വെച്ച് ഇറാൻ പ്രതിനിധി ഉന്നയിച്ചത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളുടെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് അമേരിക്കയുടെ തന്നെ ഉത്തരവാദിത്തമാണെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സർക്കാർ നിലവിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കടുത്ത സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ലെബനൻ അതിർത്തിയിൽ സൈന്യത്തിൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണെന്ന മുൻ പ്രധാനമന്ത്രിമാരുടെ ആരോപണങ്ങൾ നെതന്യാഹുവിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ്റെ പുതിയ മുന്നറിയിപ്പ് നെതന്യാഹുവിനെ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പ്രേരിപ്പിച്ചേക്കാം. ആധുനിക യുദ്ധ സാങ്കേതികവിദ്യകളുടെ വിന്യാസം പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചിട്ടുണ്ട്. ഇറാൻ്റെ പക്കലുള്ള ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ആധുനിക ഡ്രോണുകളും ഇസ്രായേലിൻ്റെ ഏത് നഗരത്തെയും ലക്ഷ്യമിടാൻ ശേഷിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രത്യാക്രമണം ഇസ്രായേലിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് സൈനിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. ലെബനനിലെ സാധാരണ ജനങ്ങൾ വീണ്ടും ഒരു വലിയ നാശനഷ്ടത്തെ ഭയന്നാണ് ജീവിക്കുന്നത്. കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുന്ന രാജ്യത്തിന് മറ്റൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയില്ല. ഹിസ്ബുള്ളയെ മുൻനിർത്തി ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധ പ്രഖ്യാപനങ്ങൾ ലെബനൻ്റെ പരമാധികാരത്തെ സംരക്ഷിക്കാനാണെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും രാജ്യം ഒരു വലിയ നിഴൽയുദ്ധത്തിൻ്റെ കേന്ദ്രമായി മാറുമോ എന്ന ആശങ്ക ശക്തമാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ JD വാൻസിൻ്റെ ഈ നയതന്ത്ര നീക്കം വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ഇറാനുമായി ചർച്ചകൾ നടത്തുന്നത് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ ആരോപിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും വിദേശ നയങ്ങളിലും ഈ സ്വിറ്റ്സർലൻഡ് ചർച്ചകൾ വലിയൊരു ഘടകമായി മാറും. ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പൂർണ്ണമായ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത തർക്കങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ഈ ആണവ തർക്കങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ പശ്ചിമേഷ്യയിൽ പൂർണ്ണമായ സൈനിക സമാധാനം ഉണ്ടാകണമെന്നാണ് ഇറാൻ്റെ നിലപാട്. വൻ ശക്തികളുടെ താൽപ്പര്യങ്ങൾ തന്നെയാണ് പശ്ചിമേഷ്യൻ പ്രതിസന്ധി എപ്പോഴും സങ്കീർണമാക്കുന്നത്. റഷ്യയും ചൈനയും ഇറാനുമായി അടുത്ത സാമ്പത്തിക സൈനിക ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചകളെ അവർ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തിയാൽ അവർ ഇറാന് പിന്നിൽ അണിനിരക്കാനുള്ള സാധ്യതയുമുണ്ട്. ചൊവ്വാഴ്ച പുറത്തുവന്ന ഈ വാർത്ത ആഗോള വിപണികളിലും നേരിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് ചർച്ചകൾക്ക് ശേഷം എണ്ണവിലയിലുണ്ടായ ഇടിവ് ഇറാൻ്റെ പുതിയ മുന്നറിയിപ്പോടെ വീണ്ടും ഉയരാൻ കാരണമായി. ഹോർമൂസ് കടലിടുക്കിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള നേരിയ ആശങ്കകൾ പോലും ആഗോള സാമ്പത്തിക വിപണിയെ എത്രത്തോളം ബാധിക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡ് ചർച്ചകളിലെ തുടർച്ചയായി കൂടുതൽ ഉപസമിതി ചർച്ചകൾ നടന്നേക്കാം. ഈ ചർച്ചകൾ ഇസ്രായേലിൻ്റെ സുരക്ഷാ ആശങ്കകളും ഇറാൻ്റെ പ്രതിരോധ താൽപ്പര്യങ്ങളും എങ്ങനെ സമന്വയിപ്പിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. സമാധാന കരാറിൻ്റെ ഭാവി ഇനി എന്താകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കേണ്ടതാണ്. സ്വിറ്റ്സർലൻഡിലെ ഉന്നതതല ചർച്ചകൾക്ക് ശേഷം ഇറാൻ ഇസ്രായേലിന് നൽകിയ ഈ പുതിയ മുന്നറിയിപ്പ് മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകാത്ത പക്ഷം മേഖലയിൽ മിസൈൽ മഴ പെയ്യുമെന്ന ഇറാൻ്റെ പ്രഖ്യാപനം സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും ഇനി പശ്ചിമേഷ്യയുടെ ഭാവി നിശ്ചയിക്കപ്പെടുക.